അവിടെ ജനങ്ങളെ പറ്റിക്കുന്ന വികസനമാണ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 2016 BJP മാനിഫെസ്റ്റോയിൽ വി രാജേഷേട്ടൻ ഇവിടെ മത്സരിക്കുമ്പോൾ മാനിഫെസ്റ്റോയിൽ പറഞ്ഞതാണ് റോഡ് വീതി കൂടും എന്നുള്ളത്. നെടുമങ്ങാടിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ, ഒരു 6 മാസം MLA ആയിട്ട് ഒരിക്കലും ഇരിക്കില്ല എന്നുള്ള കാര്യം ഞാൻ അവരുടെ മുമ്പിൽ വെക്കുന്ന ഒരു പ്രതിജ്ഞയാണ്. വാഗ്ദാനം എന്നല്ല ഞാൻ പറയുന്നത്, അതൊരു പ്രതിജ്ഞയാണ്. അപ്പൊ നമ്മളോടൊപ്പം ഉള്ളത് യുവരാജ് ഗോകുലാണ്. ചേട്ടാ, എങ്ങനെയുണ്ട് പ്രചാരണങ്ങളൊക്കെ? എന്താണ് പ്രതികരണം ജനങ്ങളുടെ? ഗംഭീര പ്രതികരണങ്ങളാണ് എല്ലാ ഭാഗത്തു നിന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആബാലവൃദ്ധ ജനങ്ങളും വളരെ പോസിറ്റീവായിട്ടാണ്, വളരെ സ്നേഹത്തോടു കൂടിയാണ് നമ്മളോട് പെരുമാറുന്നത്. തീർച്ചയായിട്ടും വലിയ രാഷ്ട്രീയ പോരാട്ടമാണ് നെടുമങ്ങാട് നിയോജക മണ്ഡലത്തിൽ നടക്കുക എന്നുള്ള കാര്യത്തിൽ അത് യാതൊരു സംശയം ഉണ്ടാവേണ്ട കാര്യമില്ല. മെയ് 4-ാം തീയതി കേരള രാഷ്ട്രീയത്തില് ഏറ്റവും വലിയ തലക്കെട്ട് സൃഷ്ടിക്കാൻ പോകുന്ന മണ്ഡലം നെടുമങ്ങാട് നിയോജക മണ്ഡലമായിരിക്കും. ഇത് വാക്കാണ്, കുറിച്ചു വെച്ചോ. നിലവില് ഇപ്പൊ ചെങ്കോട്ടയാണ് ഇത് എന്നൊരു പരാമർശമൊക്കെ ഉണ്ട്. ആ ഒരു ചെങ്കോട്ട പൊളിച്ചുകൊണ്ട് കാവിപ്പടയാകുമോ എന്നുള്ളൊരു ആത്മവിശ്വാസം ഉണ്ടോ? അല്ല, ചെങ്കോട്ടകളെല്ലാം വീണ ചരിത്രമുള്ളത്. വീഴാത്ത ചെങ്കോട്ടകളായിട്ട് ഇനി പ്രത്യേകിച്ച് ഒന്നും തന്നെ ബാക്കിയില്ല. 1-2 സ്ഥലങ്ങളൊക്കെ മാത്രമേ ഇപ്പോ ചൈനയോ പോലെയുള്ള 1-2 സ്ഥലങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ജനാധിപത്യത്തിന്റെ വെളിച്ചവും മനുഷ്യന് ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യവും കടന്നു വന്നിട്ടുള്ള എല്ലായിടത്തും ചെങ്കോട്ടകൾ വീണിട്ടുണ്ട്. അതിനകത്ത് യാതൊരു സംശയവുമില്ല. ഇവിടെയും ജനാധിപത്യവും ഇൻഫർമേഷനും ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചെങ്കോട്ടയും വീഴും, എന്ന സംശയമൊന്നും. ഈ നെടുമങ്ങാട്ടെ ജനങ്ങൾക്ക് എന്താണ് യുവരാജ് ഗോകുൽ എന്ന ഒരു MLA വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു പ്രതീക്ഷ, അല്ലെങ്കിൽ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഉറപ്പ് എന്താണ്? വോട്ടിന് വേണ്ടി അവരെ പറ്റിക്കില്ല എന്നുള്ളതാണ് എനിക്ക് അവരോട് പറയാനുള്ളത്. അങ്ങനെ പറയുമ്പോൾ നിലവിൽ വോട്ടിന് വേണ്ടി പറ്റിച്ചവരുണ്ട് എന്നുള്ളൊരു സ്വരം കൂടെ. തീർച്ചയായിട്ടും വോട്ടിന് വേണ്ടി പറ്റിക്കണം. ഞാൻ ഇപ്പൊ ഇവിടേക്ക് വരുന്നതിന് മുമ്പ് എന്റെ ഇവിടുത്തെ ഷെഡ്യൂൾ മുഴുവൻ തെറ്റാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോ വരുന്നത് വഴയില റോഡ് വീതി കൂടുന്ന സ്ഥലത്തു നിന്നാണ്. അവിടെ ജനങ്ങളെ പറ്റിക്കുന്ന വികസനമാണ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 2016 BJP മാനിഫെസ്റ്റോയിൽ വി രാജേഷേട്ടൻ ഇവിടെ മത്സരിക്കുമ്പോൾ മാനിഫെസ്റ്റോയിൽ പറഞ്ഞതാണ് റോഡ് വീതി കൂടും എന്നുള്ളത്. വഴയില വരെയുള്ള റോഡ് വീതി കൂടിയിട്ട് ഒരു ദശകത്തിന് പുറത്തായി. അതിനുശേഷം ഇപ്പോഴാണ്, ഈ ഇലക്ഷന് തൊട്ട് മുമ്പാണ് ഇവർക്ക് മനസ്സിലാകുന്നത് ഈ റോഡ് വീതി കൂട്ടേണ്ടതാണെന്ന്. അത് അങ്ങനെ ചെയ്യുന്നതിന്റെ പ്രശ്നം അവിടെ ഉള്ള ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പൊ എന്നോടൊരു ഒരു പ്രൊഫസർ പറഞ്ഞാണ്, ഞാൻ രാവിലെ കാറോ എടുത്തിട്ട് ജോലിക്ക് പോയി, തിരിച്ചു വന്ന് നോക്കുമ്പോൾ എനിക്ക് വീട്ടിൽ കയറാൻ പറ്റുന്നില്ല, ഒരു ഇന്റിമേഷനും തരുന്നില്ല. എന്താണ് ഇവിടെ ഇങ്ങനെ വൈകുന്നേരം പ്രശ്നം, അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള പോലും തരുന്നില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിലും ഈ പണി ആട്ടിക്കൂട്ടി ഇവർക്ക് ഇലക്ഷൻ സമയത്ത് എന്തെങ്കിലും ഒരു ഗിമ്മിക്ക് കാണിച്ചാൽ മാത്രമേ പറ്റുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്, ഒരിക്കലും വോട്ടിന് വേണ്ടി ജനങ്ങളെ പറ്റിക്കില്ല. ജനങ്ങൾക്ക് വേണ്ട യഥാർത്ഥ വികസനം എന്താണോ അത് അവരോട് ഏറ്റവും അധികം കമ്പാഷനേറ്റ് ആയിട്ട് ചേർന്ന് നിന്നുകൊണ്ട് മാത്രമേ നമ്മൾ ചെയ്യാവൂ. ഇപ്പോ GR അനിലിനെ സംബന്ധിച്ച് നിലവിൽ മന്ത്രിയാണല്ലോ. അപ്പോ അദ്ദേഹം ഇവിടെ എല്ലാ ആളുകൾക്കും കൊടുക്കുന്ന ഒരു ഉറപ്പ്, അത് ഉറപ്പ് മാത്രമല്ല അത് പ്രാവർത്തികമാക്കും, പെട്ടെന്ന് തന്നെ പ്രാവർത്തികമാക്കും എന്നൊക്കെ കഴിഞ്ഞ ദിവസം ദേശാഭിമാനിയിൽ ഒരു കുറിപ്പ് കണ്ടു. അപ്പൊ അങ്ങനെയുള്ള കുറിപ്പും ഇവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെ വിലയിരുത്തുമ്പോൾ എന്താണ് പറയാനുള്ളത്? ഒന്നാമത്തെ കാര്യം, അദ്ദേഹം ഒരു 6 മാസം MLA ആയിരുന്നു എന്നുള്ള കാര്യമാണ്. അദ്ദേഹത്തിന് 5 വർഷത്തേക്കാണ് തിരഞ്ഞെടുക്കുന്ന ഒരു ജനപ്രതിനിധിയാണ്. പക്ഷെ അദ്ദേഹം പ്രവർത്തിച്ചത് 6 മാസ പ്രവർത്തനമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. അത് നിങ്ങൾ ജനങ്ങളോട്, അപ്പൊ അദ്ദേഹത്തിന്റെ ഉറപ്പ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം മന്ത്രിയായിരുന്നു ഇത്രയും കാലം. ഒരു മന്ത്രി ആയിരിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, ഒരുപാട് പദ്ധതികൾ തന്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. അങ്ങനെ അദ്ദേഹം കൊണ്ടുവന്ന ഒരു പദ്ധതിയെ കുറിച്ചിട്ട് പറയാമോ? അങ്ങനെ ഒരു പ്രത്യേക പദ്ധതിയൊന്നും അദ്ദേഹം ഇതുവരെ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കില്ല. സ്വാഭാവികമായി ഉണ്ടായിട്ടുന്ന വികസനം, ഇപ്പൊ വഴയില വരെ ഉള്ള റോഡ് ഒരു ദശകത്തിന് മുമ്പേ വീതി കൂടിയതാണ്. സ്വാഭാവികമായും അവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള റോഡിന് വീതി കൂട്ടപ്പെടും േണ്ടതാണ്. അത്തരത്തിലുള്ള സ്വാഭാവികമായ വികസനം അദ്ദേഹത്തിന്റെ ടേമിന്റെ അവസാന കാലമായപ്പോ തുടങ്ങി. അത് തന്നെ ഒരു ഗതികെട്ട അവസ്ഥയിലാണ് ഉള്ളത്. അപ്പൊ ജനങ്ങൾക്ക് ഉറപ്പുണ്ട് അദ്ദേഹത്തിന് മന്ത്രി ആയാൽ പോലും ഇതിന്റെ അപ്പുറം ഒന്നും ചെയ്യാനില്ല എന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇനി MLA എന്നുള്ള നിലയിൽ എന്താ ചെയ്യാൻ പോകുന്നത്? പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നു. ഒരു തുടർ ഭരണം വരുമെന്നാണല്ലോ LDFന്റെ ഒരു വാഗ്ദാനം. അപ്പൊ ആ ഒരു തുടർ ഭരണം ഉണ്ടാകുമെന്ന് തോന്നുന്നുണ്ടോ? അല്ല, അവരുടെ തുടർഭരണം ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ വളരെ കുറവാണ്. ഇവിടെ എന്ത് സംഭവിക്കുക, കേരള രാഷ്ട്രീയത്തിൽ എന്താണ് അടുത്ത 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ സംഭവിക്കുക എന്നുള്ള കാര്യം
ഭാരതീയ ജനതാ പാർട്ടിയാണ് ഒരു പരിധിവരെ തീരുമാനിക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു തൂക്ക് മന്ത്രിസഭയ്ക്കുള്ള സാധ്യതയാണ് കാണുന്നത്. അതിനകത്ത് കൃത്യമായിട്ട് ബി ജെ പിയുടേതായിട്ടുള്ള റോൾ ഉണ്ടാവുകയും ചെയ്യും. ഈ നെടുമങ്ങാടേക്കും യുവരാജിലേക്കും കൂടെ വരുമ്പോൾ BJP-യുടെ ഒരു A ക്ലാസ് മണ്ഡലമാക്കി മാറ്റാനുള്ള ഒരു ലക്ഷ്യം കൂടെ ഉണ്ടല്ലോ. ആ ഒരു പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയുണ്ട്? ജനങ്ങളുടെ ഒരു പ്രതികരണം എങ്ങനെയാണ്? ജനങ്ങൾ പറയുന്നുണ്ടോ യുവരാജ് തന്നെ മതി എന്നുള്ളൊരു പ്രതികരണമൊക്കെ വന്നു തുടങ്ങിയോ? അല്ല, അതായത് കേന്ദ്ര BJP നേതൃത്വം നെടുമങ്ങാട് നിയോജക മണ്ഡലത്തിനെ നിലവിൽ A ക്ലാസ് ആക്കി മാറ്റി കഴിഞ്ഞു എന്നുള്ളതാണ്. A ക്ലാസ്സിലായിരുന്നില്ല. അപ്പൊ അങ്ങ് ചോദിച്ച ചോദ്യം മാറ്റാനുള്ള ശ്രമമാണ്. അത് ഓൾറെഡി മാറി. അത് അവർ മാറ്റണം എന്നുണ്ടെങ്കിൽ അവരുടെ ടീമിന് അത്രയധികം നല്ല ഫീഡ്ബാക്ക് പൊതുജനങ്ങളിൽ നിന്ന് ലഭിക്കുന്നത് കൊണ്ട് മാത്രമാണ്. എങ്കിൽ മാത്രമേ അതിന് അത്തരത്തിലൊരു കൺവേർഷനിലേക്ക് പോകത്തുള്ളൂ. അപ്പൊ നെടുമങ്ങാടിന്റെ നിലവിൽ ആ തലത്തിൽ തന്നെ കാണുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം മഞ്ചേശ്വരത്തുനിന്ന് ഉൾപ്പെടെ എന്നോട് വിളിച്ച മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ പറഞ്ഞത് നെടുമങ്ങാട് നിയോജക മണ്ഡലത്തിന് മഞ്ചേശ്വരത്ത് വരെ ഭയങ്കര വർക്കാണല്ലോടോ, ഗംഭീര വർക്കാണല്ലോടോ എന്ന് ചോദിച്ചിട്ടാണ് അവിടെ നിന്ന് വരെ വിളി വരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് ആ ട്രെൻഡ് എന്ന് പറയുന്നത് ഒരു പാൻ കേരള ട്രെൻഡായിട്ട് അത് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഏറ്റവും ട്രെൻഡിങ് ആയ മണ്ഡലത്തിലേക്ക് നെടുമങ്ങാടിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രവർത്തനം കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ് വലിയ സന്തോഷം. ഈ പ്ലാനിങ്ങുകളാണല്ലോ പ്രധാനമായിട്ട് BJP-യുടെ ഒരു തന്ത്രം എന്ന് പറയുന്നത്. കഴിഞ്ഞ നിരവധി തവണ ഓരോ നേതാക്കന്മാരെ കാണുമ്പോഴും അവരൊരു വാഗ്ദാനം കൊടുക്കുന്നതിനപ്പുറത്തേക്ക് എന്തൊക്കെ ചെയ്യണമെന്നത് പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ എന്തെങ്കിലും പ്ലാനിങ് യുവരാജിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ നെടുമങ്ങാട്ടുകാർക്ക് വേണ്ടിയിട്ട്? തീർച്ചയായിട്ടും നെടുമങ്ങാടിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ, ഒരു 6 മാസം MLA ആയിട്ട് ഒരിക്കലും ഇരിക്കില്ല എന്നുള്ള കാര്യം ഞാൻ അവരുടെ മുമ്പിൽ വെക്കുന്ന ഒരു പ്രതിജ്ഞയാണ്. വാഗ്ദാനം എന്നല്ല ഞാൻ പറയുന്നത്, അതൊരു പ്രതിജ്ഞയാണ്. അവരോടൊപ്പം ഓരോ കാര്യത്തിനകത്തും ഞാൻ ഉണ്ടാകുമെന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് അവർക്ക് പിൽക്കാലത്തും അവർക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ ഉണ്ടാകും എന്നുള്ള കാര്യത്തിനകത്ത് പ്രത്യേകിച്ച് പുതിയതായിട്ട് പറയേണ്ടെന്ന കാര്യമൊന്നുമില്ല. പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ള കാര്യം, ഇപ്പൊ നെടുമങ്ങാട് നിയോജക മണ്ഡലത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പൊ നേമം പോലെയോ വട്ടിയൂർക്കാവ് പോലെയോ ഉള്ള ഒരു മണ്ഡലമല്ല. ഇത്തരം മണ്ഡലങ്ങൾക്കാണെങ്കിൽ ഒരു ഏക സ്വഭാവമായിരിക്കും ഉണ്ടാവും. ഈവൻ നെയ്യാറ്റിൻകരയ്ക്ക് പോലും ഒരു റൂറൽ മണ്ഡലം എന്നുള്ള നിലയിൽ അതിൻ്റെതായ ഒരു ഏക സ്വഭാവമുണ്ട്. പാറശാലയ്ക്കുണ്ട്, കാട്ടാക്കടയ്ക്കുണ്ട്. നെടുമങ്ങാടിലേക്ക് വരുമ്പോ ടെക്നോ പാർക്കുമായി ബേസ് ചെയ്തിരിക്കുന്ന ഏറ്റവും അടുത്ത പ്രദേശങ്ങളാണ് പള്ളിപ്പുറം പോലെയുള്ള പ്രദേശങ്ങൾ. CRPF ക്യാമ്പ് ഇരിക്കുന്നു. ടെക്നോ പാർക്ക് വളരെ അടുത്താണ് അതിനകത്തിരിക്കുന്നത്. അതിന്റെ ഫേസ് 4 മറ്റോ ഏത് ഫേസ് ആണെന്ന് കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല, അവിടെയാണ് ഇരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ ഒരു തലത്തിലുള്ള കൾച്ചറിലുള്ള ഒരു ക്രൗഡുള്ള ഒരു സ്ഥലമാണ് പള്ളിപ്പുറം അണ്ടൂർക്കോണം പഞ്ചായത്ത്. പോത്തങ്കോട് എന്ന് പറയുന്നത് ഒരു വികസിതമായിട്ടുള്ള ആൾക്കാർ ആ ഒരു തലത്തിൽ കുറച്ചുകൂടി മോഡേണൈസ്ഡ് ആയിട്ട് താമസിക്കുന്ന ഒരു സ്ഥലമാണ്. ഇപ്പൊ ട്രെൻഡ്സ് പോലെ ഉള്ള മുഴുവൻ സ്ഥാപനങ്ങളും പുതിയ സ്ഥാപനങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. പിരപ്പങ്കോട് എത്തുമ്പോൾ മറ്റൊരു കൾച്ചറാണ്. വട്ടപ്പാറയും വെമ്പായവും മറ്റൊരു കൾച്ചറാണ്. ഇപ്പൊ നെടുമങ്ങാട് വലിയ മല മേഖലയിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ മാൻ അനിമൽ കോൺഫ്ലിക്ട് ഏറ്റവും അധികം നടക്കുന്ന സ്ഥലമാണ്. മലയോര മേഖലയാണ്, കാർഷിക മേഖലയാണ്. അപ്പോൾ വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു കൾച്ചറുള്ള ഒരു പ്രദേശമാണ് നെടുമങ്ങാട് എന്ന് പറയുന്നത്. അപ്പൊ അതിനെ ആ തലത്തിൽ വേണം നമ്മൾ ട്രീറ്റ് ചെയ്യാനും വേണ്ടിയിട്ട്. ഇപ്പോൾ ടെക്നോ പാർക്കുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ അടുത്തത് സോഫ്റ്റ്വെയർ കമ്പനീസ് പുതുതായിട്ട് വരുന്നു. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലമാണ്. സെമി കണ്ടക്ടർ മാനുഫാക്ചറിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കേണ്ടതുണ്ട്. NVIDIA പോലുള്ള കമ്പനികൾ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്. അവർ ബാംഗ്ലൂർ നോക്കുന്നുണ്ട്, ഹൈദരാബാദ് നോക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ട് തിരുവനന്തപുരത്തിന് അതിനകത്ത് അതിൻ്റെതായിട്ടുള്ള ഒരു റോള് പ്ലേ ചെയ്യാനുണ്ടാവും. അപ്പോൾ ലാൻഡ് ഒരു വലിയ പ്രശ്നമാണ്. ഇനി സിറ്റിക്കകത്ത് വികസിക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല. അപ്പൊ ലാൻഡ് ഏറ്റവും കൂടുതലുള്ള സ്ഥലങ്ങളെന്ന് പറയുന്നത് മാണിക്കൽ പഞ്ചായത്തും പോത്തങ്കോട് പഞ്ചായത്തിന്റെ ഒരു പ്രദേശങ്ങളാണ്. അതിനകത്ത് ഏറ്റവും കൂടുതൽ ലാൻഡ് അവൈലബിൾ ആയിട്ടുള്ളത്. തീർച്ചയായിട്ടും അത് NC റോഡും NH തമ്മിലുള്ള ഒരു കണക്ഷൻ പോയിന്റ് വരുന്ന ഒരു സ്ഥലവും കൂടിയാണ്. അപ്പൊ കണക്ടിവിറ്റി നമുക്ക് ആ പ്രദേശങ്ങളെ കുറച്ചുകൂടി ആ തലത്തിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് വികസിപ്പിച്ചു കഴിഞ്ഞാൽ സാധിക്കുന്നതാണ്. അപ്പൊ അത്തരത്തിലുള്ള പദ്ധതികൾ കൊണ്ടുവരാം. നെടുമങ്ങാട് മഞ്ച അരുവിക്കര റോഡുണ്ട്. ഏറ്റവും അധികം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇരിക്കുന്ന പ്രദേശമാണ്. നിങ്ങൾ പോയി നോക്കിയാൽ മനസ്സിലാവും. ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒരുമിച്ചാണ്. ടെക്നിക്കൽ എഡ്യൂക്കേഷൻ സെന്റേഴ്സ് ആണ് കൂടുതൽ. തീർച്ചയായിട്ടും വലിയ പദ്ധതികൾ അവിടേക്ക് നമുക്ക് അത്തരത്തിലുള്ള ഫോക്കസ് ചെയ്തുകൊണ്ട് ആ വിദ്യാർത്ഥികൾക്ക് അവരെ എംപവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇപ്പൊ പിരപ്പങ്കോട് പോലുള്ള പ്രദേശം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഏറ്റവും അധികം സ്വിമ്മിങ് അത്ലറ്റ്സിനെ അവിടെ നിന്നാണ് വരുന്നത്. ഇപ്പൊ പിരപ്പങ്കോട് ക്ഷേത്രത്തിന്റെ പുറകിലുള്ള കുളമുണ്ട്. ആ കുളം എത്രയോ മികച്ച നീന്തൽ താരങ്ങളെ നമ്മുടെ രാജ്യത്തിന് സംഭാവന ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ അവരെ കുറച്ചുകൂടി നമുക്ക് വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന തലത്തിലേക്ക് നമുക്ക് അവിടുത്തെ ഫെസിലിറ്റീസിനെ നമുക്ക് മാറ്റിക്കഴിഞ്ഞാൽ ചെയ്യാൻ സാധിക്കും. കുറച്ചുകൂടി രാഷ്ട്രത്തിന്റെ തന്നെ അറ്റൻഷൻ അവിടേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ സമഗ്രമായിട്ടും നമുക്ക് ഈ മണ്ഡലത്തിനകത്ത് കാര്യങ്ങൾ ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. എന്തായാലും വലിയ ആത്മവിശ്വാസമുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോ വോട്ട് ചോദിക്കുന്ന തിരക്കിലാണ് യുവരാജ്. എന്തായാലും BJP-യുടെ വലിയൊരു മാറ്റം ഒരു A ക്ലാസ് മണ്ഡലമായിട്ട് നെടുമങ്ങാട് ഉണ്ടാകും എന്നുള്ള ഒരു ഉറപ്പ് കൂടെയാണ് യുവരാജ് നമുക്ക് ഇപ്പം പങ്കുവെക്കുന്നത്.
നന്ദി.